ഓക്കെ, അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 4 ബാക്കിയുള്ള ടോപ്പിക്സാണ്. ഓക്കെ, അതിൽ വരുന്നത് ഹാർഡനബിലിറ്റി. ഓക്കെ, അപ്പോൾ ഹാർഡ്നെസ് എന്ന് കേട്ടിട്ടുണ്ടല്ലേ? ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ ഒരു സർഫസ് ഉണ്ട്. ആ സർഫസിൽ നമ്മളിങ്ങനെ ഡോട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ നമ്മൾ ആണി വെച്ചിങ്ങനെ അടിക്കുകയാണ്. ആണി വെച്ച് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡോട്ട് വീഴും അല്ലേ? ആ ഡോട്ടിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവാണ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ടെക്നിക്കലി ഇങ്ങനെ പറയാം, ഹാർഡ്നെസ് ഈസ് ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു റെസിസ്റ്റ് ഇൻഡൻറ്റേഷൻ. സ്ക്രാച്ചസ് അല്ല, ഇൻഡൻറ്റേഷൻ. എന്താണ് ഹാർഡ്നെസ് ഈസ് ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു റെസിസ്റ്റ് ഇൻഡൻറ്റേഷൻ. പക്ഷേ ഹാർഡനബിലിറ്റി എന്താണ് നോക്കിക്കേ? ഹാർഡനബിലിറ്റി ഈസ് ദ ക്യാപ്പബിലിറ്റി ഓഫ് ആൻ അലോയ്. സ്റ്റീലിൻ്റെയാണ് പറയുന്നത്. സ്റ്റീൽ ടു ഹാർഡൻ ത്രൂ ദ ഫോർമേഷൻ ഓഫ് മാർട്ടിൻസൈറ്റ്. അതായത് മാർട്ടിൻസൈറ്റ് ഉണ്ടായിട്ട് ഒരു സ്റ്റീലിന് അല്ലെങ്കിൽ ഒരു ക്ലാസ് ഓഫ് സ്റ്റീലിന് മാർട്ടിൻസൈറ്റ് ഫോം ചെയ്ത് എന്തോരം ഹാർഡാവാൻ പറ്റുമോ അതിനെയാണ് ഹാർഡനബിലിറ്റി എന്ന് പറയുന്നത്. അതാണ് ഇറ്റ് ഈസ് ദ ആബിലിറ്റി ഓഫ് ആൻ അലോയ് പർട്ടിക്കുലർലി സ്റ്റീൽ ടു ഹാർഡൻ ത്രൂ ദ ഫോർമേഷൻ ഓഫ് മാർട്ടിൻസൈറ്റ്. അതായത് മാർട്ടിൻസൈറ്റ് ഫോം ചെയ്ത് ആ ഒരു സ്റ്റീലിന് ഹാർഡനാവാൻ എത്രത്തോളം പറ്റുമോ അതിനെയാണ് നമ്മൾ ഹാർഡനബിലിറ്റി എന്ന് പറയുന്നത്. മാർട്ടിൻസൈറ്റ് ഫോം ചെയ്ത് ആ സ്റ്റീലിന് എന്തോരം ഹാർഡനാവാൻ പറ്റുമോ അതിനെയാണ് എന്താ പറയുക, ഹാർഡനബിലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. നോക്കിക്കേ, ക്യാപ്പബിലിറ്റി ഓഫ് ആൻ അലോയ് ടു ഹാർഡൻ ത്രൂ ദ ഫോർമേഷൻ ഓഫ് മാർട്ടിൻസൈറ്റ്. മാർട്ടിൻസൈറ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? കൂൾ ചെയ്യുമ്പോൾ അല്ലേ? റാപ്പിഡ് കൂൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൊഞ്ച് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പം ഞാനിത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഹാർഡനബിലിറ്റി ഈസ് നോട്ട് സെയിം ആസ് എ ഹാർഡ്നെസ്. വൈൽ ഹാർഡ്നെസ് ഈസ് ദ മെഷേഴ്സ് ദ മെറ്റീരിയൽസ് റെസിസ്റ്റൻസ് ടു ഇൻഡൻറ്റേഷൻ. വൈൽ ഹാർഡനബിലിറ്റി ഇൻഡിക്കേറ്റ്സ് ഹൗ ഡീപ്ലി ഇൻ ടു ദ മെറ്റീരിയൽ മാർട്ടിൻസൈറ്റ് ക്യാൻ ഫോം ഡ്യൂറിങ് കൂളിംഗ്. അതായത് ഞാനിവിടെ പറഞ്ഞ എന്താ, ക്യാപ്പബിലിറ്റി ഓഫ് ആൻ അലോയ് പർട്ടിക്കുലർലി സ്റ്റീൽ ടു ഹാർഡൻ ത്രൂ ദ ഫോർമേഷൻ ഓഫ് മാർട്ടിൻസൈറ്റ്. അതായത് മാർട്ടിൻസൈറ്റ് ഫോം ചെയ്ത് ഒരു സ്റ്റീലിന് ഹാർഡൻ ആവാനുള്ള കഴിവിനെയാണ് നമ്മൾ ഹാർഡനബിലിറ്റി എന്ന് പറയുന്നത്. അത് തന്നെ നമുക്ക് വേറൊരു രീതിയിൽ എങ്ങനെ പറയാൻ പറ്റും? അതായത് മാർട്ടിൻസൈറ്റ് ഫോം ചെയ്യുമ്പോൾ ആ സ്റ്റീലിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു റോഡാണെന്ന് കരുതുക. ഇതാണ് സ്റ്റീലെന്ന് കരുതുക. അപ്പോൾ ഇതിനെ കൊഞ്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ പുറത്ത് മാത്രമാണ് മാർട്ടിൻസൈറ്റ് ഫോം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിന് ഹാർഡനബിലിറ്റി കുറവെന്ന് പറയാം. അതല്ല, ഇതിൻ്റെ അകത്തേക്ക് മാർട്ടിൻസൈറ്റ് കുറേ ഫോം ചെയ്യുവാണ്. അതായത് ഇതിൻ്റെ അകത്തേക്ക് മാർട്ടിൻസൈറ്റ് ഡീപ്പായിട്ട് കുറേ ഫോം ചെയ്യുവാണ്. അപ്പോൾ അതിന് ഹാർഡനബിലിറ്റി കൂടുതലാണെന്ന് പറയും. ഓക്കെ, അതായത് പുറത്ത് മാത്രമാണ് കൊഞ്ച് ചെയ്യുമ്പോൾ മാർട്ടിൻസൈറ്റ് ഫോം ചെയ്തത്. അപ്പോൾ അതിന് ഹാർഡനബിലിറ്റി കുറവാണ്. അതല്ല, നേരെ മറിച്ചാണ്. അതായത് മാർട്ടിൻസൈറ്റ് അകത്തേക്ക് കൂടുതൽ ഫോം ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഹാർഡനബിലിറ്റി കൂടിയ സ്റ്റീൽ എന്ന് പറയും. വേറൊരു വേർഡ്സിൽ എങ്ങനെ പറയാൻ പറ്റും? അതായത് അകത്തേക്ക് പോകുന്തോറും എങ്ങനെ ഗ്രാജുവലി അല്ലെങ്കിൽ ഷാർപ്ലി എങ്ങനെ മാർട്ടിൻസൈറ്റിൻ്റെ എമൗണ്ട് ഡിക്രീസ് ചെയ്യുന്നു അതിനെ നമുക്ക് ഹാർഡനബിലിറ്റി എന്ന് പറയാം. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇൻ അതർ വേർഡ്സ്, ഹാർഡനബിലിറ്റി റെഫേഴ്സ് ഹൗ ഗ്രാജുവലി ഓർ ഷാർപ്ലി ഹാർഡ്നെസ് ഡിക്രീസസ് ഫ്രം ദ സർഫസ് ടു ദ കോർ ഡ്യൂ ടു ദ റിഡക്ഷൻ ഇൻ മാർട്ടിൻസൈറ്റ്. അതായത് ഈ സർഫസിൽ നിന്ന് അകത്തേക്ക് പോകുന്തോറും എന്തോരം മാർട്ടിൻസൈറ്റ് കുറഞ്ഞു വരുന്നോ അതിനെ നമ്മൾ ഹാർഡനബിലിറ്റി എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്റ്റീൽ വിത്ത് ഹൈ ഹാർഡനബിലിറ്റി ഈസ് കാപ്പബിൾ ഓഫ് ഫോമിങ് മാർട്ടിൻസൈറ്റ് നോട്ട് ഓൺലി അണ്ടർ സർഫസ് ബട്ട് ഓൾസോ സിഗ്നിഫിക്കൻ്റ്ലി വിത്തിൻ ദി ഇൻറ്റീരിയർ മെറ്റീരിയൽ. അതൊന്നുമില്ല, നല്ല ഹാർഡനബിൾ ആയിട്ടുള്ള സ്റ്റീലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് മാത്രമല്ല അകത്തേക്കും മാർട്ടിൻസൈറ്റ് ഫോം ചെയ്യാൻ കഴിയും. മാർട്ടിൻസൈറ്റ് ഫോം ചെയ്താൽ ഹാർഡനാവും. അപ്പോൾ മനസ്സിലായല്ലോ ഹാർഡനബിലിറ്റി എന്താണ്? ഹാർഡനബിലിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് എ സ്റ്റീൽ ടു ഹാർഡൻ ബൈ ദ ഫോർമേഷൻ ഓഫ് മാർട്ടിൻസൈറ്റ്. ഓക്കെ, അതാണ് ഹാർഡനബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റീൽ ഹാർഡനാണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതായത് കൊഞ്ച് ചെയ്യുമ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് കൊഞ്ച് ചെയ്യുമ്പോഴാണ് മാർട്ടിൻസൈറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മാർട്ടിൻസൈറ്റ് ഫോം ചെയ്യുന്ന ഈ സർഫസിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഹാർഡനബിലിറ്റി കുറഞ്ഞ സ്റ്റീൽ എന്ന് പറയാം. അതല്ല, ഈ മാർട്ടിൻസൈറ്റ് അകത്തേക്ക് കുറേ ഫോം ചെയ്ത് സ്റ്റീൽ ഹാർഡ് ആവുകയാണെങ്കിൽ അതിന് ഹാർഡനബിലിറ്റി കൂടിയ സ്റ്റീൽ എന്ന് പറയാം. മനസ്സിലായല്ലോ? അപ്പോൾ എന്തായാലും ഈ സർഫസിലായിരിക്കും ഏറ്റവും കൂടുതൽ ഫോം ചെയ്യുക. അതിൻ്റെ അകത്തേക്ക് പോകുന്നത് കുറഞ്ഞു വരും. പക്ഷേ ആ കുറയുന്ന റേറ്റ്, അതായത് അകത്തേക്ക് കൂടുതലുണ്ടെങ്കിൽ, അതായത് സർഫസിൽ എന്തായാലും കൂടുതലുണ്ടാവും, അതേസമയം അകത്തേക്ക് പോകുന്നതോറും വല്ലാതെ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഹാർഡ് ഉണ്ടായിട്ടുള്ള സ്റ്റീൽ എന്ന് പറയും. അതല്ല, അകത്തേക്ക് പോകുന്നതോറും വല്ലാതെ മാർട്ടിൻസൈറ്റിൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഹാർഡൻഡ് അല്ലാത്ത സ്റ്റീൽ എന്ന് പറയും. അതാണ് ഇത്ര എഴുതി വെച്ചിരിക്കുന്നത്. ഇന്ന് വായിച്ച് നോക്കി. ക്യാപ്പബിലിറ്റി ഓഫ് ആൻ അലോയ് പർട്ടിക്കുലർലി സ്റ്റീൽ ടു ഹാർഡൻ ത്രൂ ദ ഫോർമേഷൻ ഓഫ് മാർട്ടിൻസൈറ്റ് ഡ്യൂറിങ് ദ സ്പെസിഫിക് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ്. അതായത് കൊഞ്ചിങ്. അടുത്തത്, ഹാർഡനബിലിറ്റി ഈസ് നോട്ട് സെയിം ആസ് ഹാർഡ്നെസ്. ഞാൻ പറഞ്ഞു ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ റെസിസ്റ്റൻസ് ടു
ഇൻഡൻറ്റേഷൻ. ഹാർഡനബിലിറ്റി ഇൻഡിക്കേറ്റ്സ് ഹൗ ഡീപ്ലി ഇൻ ടു ദ മെറ്റീരിയൽ മാർട്ടിൻസൈറ്റ് ക്യാൻ ഫോം ഡ്യൂറിങ് കൂളിംഗ്. അതായത് ഇതിൻ്റെ അകത്തേക്ക് എന്തോരം മാർട്ടിൻസൈറ്റ് ഫോം ചെയ്യാൻ കഴിയും, കൂൾ ചെയ്യുമ്പോൾ എന്തോരം ഫോം ചെയ്യാൻ കഴിയും മാർട്ടിൻസൈറ്റ്, അതിനെയാണ് നമ്മൾ ഹാർഡനബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹൈ ഹാർഡനബിൾ ആയിട്ടുള്ള സ്റ്റീലാണെന്നുണ്ടെങ്കിൽ ഈ മാർട്ടിൻസൈറ്റിൻ്റെ അളവ് അകത്തേക്ക് പോകുന്തോറും വല്ലാതെ കുറയില്ല. അതേസമയം ഹാർഡൻഡ് അല്ലാത്ത സ്റ്റീലാണെന്നുണ്ടെങ്കിൽ അകത്തേക്ക് പോകുന്തോറും മാർട്ടിൻസൈറ്റിൻ്റെ അളവ് കുറഞ്ഞു വരും. അതേസമയം ഹാർഡ്നെസ്, അപ്പോൾ അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ ഹാർഡ്നെസ്സും കുറയും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഫിഗർ. നോക്കിക്കേ, സിമ്പിൾ ഫിഗർ. ഹാർഡ്നെസ് ഈ വൈ ആക്സിൽ ഹാർഡ്നെസ്, എക്സ് ആക്സിൽ ഡിസ്റ്റൻസ് ഫ്രം കൊഞ്ചിരൻ്റ്. അതായത് കൊഞ്ചിരൻ്റ് എന്ന് പറഞ്ഞാൽ ഔട്ടർ എൻഡ് നമ്മൾ കൊഞ്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ മതി. അതായത് ഇവിടെ ഹാർഡനാണ്, അതായത് ഈ സർഫസ് ഹാർഡനാണ്. ഈ അകത്തേക്ക് പോകുന്തോറും, അതായത് ഈ സർഫസിൽ നിന്ന് ഇങ്ങനെ അകത്തേക്ക് പോകുന്തോറും നോക്കിക്കേ, ഡിസ്റ്റൻസ് ഫ്രം കൊഞ്ചിരൻ്റ്, ഇതാണ് എൻ്റെ സർഫസാണ് കൊഞ്ചിരൻ്റ്. അവിടെ നിന്ന് അകത്തേക്ക് പോകുന്തോറും എന്താ, മാർട്ടിൻസൈറ്റിൻ്റെ അളവ് കുറഞ്ഞു വരും അല്ലേ. മാർട്ടിൻസൈറ്റിൻ്റെ അളവ് കുറഞ്ഞാൽ എന്താ പറ്റുക, ഹാർഡ്നെസ്സും കുറഞ്ഞു വരും. കാരണം മാർട്ടിൻസൈറ്റാണ് സ്റ്റീലിനെ ഹാർഡനാക്കുന്നത്. ഈ ഫിഗർ സിമ്പിളാണ്, ഒന്നുമില്ല. ഞാൻ സർഫസിലാണ് ക്വഞ്ച് ചെയ്തത്, അതാണ് ഡിസ്റ്റൻസ് ഫ്രം കൊഞ്ചിരൻ്റ്, ഇതാണ് നമ്മുടെ കൊഞ്ചിരൻ്റ്. അകത്തേക്ക് പോകുന്തോറും എന്താ, ഹാർഡ്നെസ് കുറഞ്ഞു വരാൻ കാരണം എന്താ, മാർട്ടിൻസൈറ്റിൻ്റെ അളവ് അകത്തേക്ക് പോകുന്തോറും കുറയുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ടെമ്പറിംഗ് ആണ്. ടെമ്പറിംഗ് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ടെമ്പറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊരു ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സാണ് അല്ലേ. എന്തിനാണ്, ടഫ്നെസ്സും ഡക്റ്റിലിറ്റിയും കൂട്ടാൻ വേണ്ടിയുള്ള ഒരു ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സാണ് ടെമ്പറിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ടഫ്നെസ്സും ഡക്റ്റിലിറ്റിയും കൂടുമ്പോൾ നമുക്ക് അവിടെ ബ്രിട്ടിൽനെസ് കുറയും. ബ്രിട്ടിൽനെസ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഇട്ടാൽ പൊട്ടുവാണെങ്കിൽ ആ മെറ്റീരിയൽ ബ്രിട്ടിലാന്ന് പറയും. അതായത് ഇലാസ്റ്റിസിറ്റി ഉണ്ടാവില്ല. റബ്ബർ ബാൻഡ് എടുത്ത് ഇങ്ങനെ വലിക്കുക, എന്താ, അത് ബ്രിട്ടിലല്ല, അത് ഇലാസ്റ്റിക്കാണ്. അതേസമയം ഒരു ഗ്ലാസ് എടുത്ത് തറയിലിടുമ്പോൾ എന്താ, ഗ്ലാസ് ഒറ്റയടിക്ക് പൊട്ടും. വിച്ച് മീൻസ് ഗ്ലാസ് ഈസ് ബ്രിട്ടിൽ ബട്ട് റബ്ബർ ഈസ് നോട്ട് ബ്രിട്ടിൽ. ഓക്കെ, അതായത് ഇലാസ്റ്റിക് റീജിയൻ ഇല്ലാതെ ഒറ്റയടിക്ക് നമ്മൾ ഫോഴ്സ് അല്ലെങ്കിൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു സാധനം ബ്രേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക, ബ്രിട്ടിൽ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ബ്രിട്ടിൽനെസ് കുറച്ച് ഡക്റ്റിലിറ്റിയും ടഫ്നെസ്സും കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സാണ് ടെമ്പറിംഗ്. Okay, it is a heat treatment process used to improve the toughness and ductility and reduces brittleness of hardened steel. Okay, സ്റ്റീല് ഇപ്പോൾ എങ്ങനെയാണ് ടെമ്പർ ചെയ്യുന്നത് നോക്കാം. ആഫ്റ്റർ സ്റ്റീൽ ഈസ് ഹാർഡൻഡ്, അതായത് ഹാർഡാവുന്ന എപ്പോഴാണ്, മാർട്ടിൻസൈറ്റ് ഫോം ചെയ്യുമ്പോൾ. ചെയ്യുന്ന എപ്പോഴാണ്, ക്വഞ്ച് ചെയ്യുമ്പോൾ അല്ലേ. അതായത് ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് റാപ്പിഡ് കൂൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്വഞ്ച് ചെയ്യുമ്പോഴാണ് മാർട്ടിൻസൈറ്റ് ഫോം ചെയ്ത് സ്റ്റീല് ഹാർഡാവുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പോകുമ്പോൾ വെരി ഹാർഡാവും. അത് കഴിഞ്ഞ് ഇതിന് ബ്രിട്ടിൽനെസ് ഉണ്ടാവുമല്ലോ, അതായത് ഹാർഡായി കഴിയുമ്പോൾ ബ്രിട്ടിൽനെസ് ഉണ്ടാവും. ബ്രിട്ടിൽനെസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഇതിനെ ചെറിയ ടെമ്പറേച്ചറിലേക്ക് പിന്നെ റീഹീറ്റ് ചെയ്യും. അതായത് ഒരു 150 അല്ലെങ്കിൽ 200 ഡിഗ്രി സെൽഷ്യസിലേക്ക് നമ്മൾ ഈ സ്റ്റീലിനെ പിന്നെ റീഹീറ്റ് ചെയ്യും. എന്നിട്ട് പിന്നെ അതിനെ കൂൾ ചെയ്യും. അതായത് ചെറിയ ടെമ്പറേച്ചർ റീഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പിന്നെയും കൂൾ ചെയ്യും. ഓക്കെ, അതിനാണ് നമ്മൾ ടെമ്പറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ടെമ്പറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സാണ്. ടഫ്നെസ് കൂട്ടാനും ഡക്റ്റിലിറ്റി കുറയ്ക്കാനും, അതേസമയം ടഫ്നെസ്സും ഡക്റ്റിലിറ്റിയും കൂട്ടി ബ്രിട്ടിൽനെസ് കുറയ്ക്കാൻ യൂസ് ചെയ്യുന്നൊരു ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിനാണ് ടെമ്പറിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, സ്റ്റീൽ ഹാർഡനായി കഴിഞ്ഞാൽ, അതായത് മാർട്ടിൻസൈറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റീൽ ഹാർഡാവും. മാർട്ടിൻസൈറ്റ് ഫോം ചെയ്യുന്നത് ക്വഞ്ചിങ് വഴിയാണ് അല്ലെങ്കിൽ റാപ്പിഡ് കൂളിംഗ് വഴിയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ ഹാർഡായിട്ടുള്ള സ്റ്റീലിനെ ബ്രിട്ടിൽനെസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഈ കൂൾ ചെയ്ത സ്റ്റീലിനെ അല്ലെങ്കിൽ ക്വഞ്ച് ചെയ്ത സ്റ്റീലിനെ നമ്മൾ ഒന്നുകൂടി റീഹീറ്റ് ചെയ്യും. ഒരു 150-200 ഡിഗ്രി സെൽഷ്യസിലേക്ക് സ്റ്റീലിനെ റീഹീറ്റ് ചെയ്യും. അങ്ങനെ റീഹീറ്റ് ചെയ്ത് നമ്മൾ പിന്നെയും കൂൾ ചെയ്യുന്നു. അപ്പോൾ അവിടെ സ്റ്റീൽ എന്താവുക, ഡക്റ്റൈലാവും, സോഫ്റ്റാവും, ടഫ്നെസ് കൂടും. അപ്പോൾ അതിനെയാണ് ടെമ്പറിംഗ് എന്ന് പറയുന്നത്. ഇത് ടെമ്പറിങ്ങിൻ്റെ പർപ്പസാണ്, ഞാനിപ്പോൾ പറഞ്ഞു തന്നെയാണ്. ഓക്കെ, അപ്പോൾ ടെമ്പർ ചെയ്യുമ്പോൾ മാർട്ടിൻസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താവും, മാർട്ടിൻസൈറ്റ് എന്ന് പറഞ്ഞാൽ ക്വഞ്ച് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഫേസിനെയാണ് മാർട്ടിൻസൈറ്റ് എന്ന് പറയുന്നത്. മാർട്ടിൻസൈറ്റ് എന്താവും, ടെമ്പേർഡ് മാർട്ടിൻസൈറ്റ് ആകുമ്പോൾ ഇൻറ്റേർണൽ സ്ട്രെസ് കുറയുകയും അതേസമയം മെറ്റീരിയൽ ഡക്റ്റൈൽ ആവുകയും ചെയ്യും. ഓക്കെ, അത്രയേ ഉള്ളൂ ടെമ്പറിംഗ്. അടുത്തത് ജോമിനി എൻഡ് ക്വഞ്ച് ടെസ്റ്റ്. അതായത് ഒരു മെറ്റീരിയലിൻ്റെ ഹാർഡനബിലിറ്റി കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റിനെയാണ് നമ്മൾ ജോമിനി എൻഡ് ക്വഞ്ച് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊന്നുമില്ല, ഇത് വായിച്ചു നോക്കണമെന്നില്ല, ജസ്റ്റ് ഈ 2 ഫിഗർ നോക്കി നിങ്ങൾ കാര്യം മനസ്സിലാവും.
ഒരു ഷാഫ്റ്റ് ഉണ്ട്, അതിനൊരു റോഡുണ്ട്. ഇതാണ് റോഡെന്ന് കരുതുക. ഈ റോഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ റോഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 100 mm ആണ്. അതായത് 10 സെൻറ്റിമീറ്ററാണ് ഈ റോഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അതേസമയം അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 25.4 mm ആണ്, അല്ലെങ്കിൽ 25.4 mm ആണ്. ഇതെന്തെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ ഓസ്നേറ്റ് ചെയ്യും. ഓസ്നേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഒരു ഹയർ ടെമ്പറേച്ചറിൽ ഈ റോഡിനെ നമ്മൾ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലേക്ക് ഹീറ്റ് ചെയ്യും. അതൊരു 900 ഡിഗ്രി സെൽഷ്യസ് എന്ന് കരുതുക. ഫോർ എക്സാമ്പിൾ മാത്രം എടുക്കുക. അതായത് ഹൈ ടെമ്പറേച്ചറിലേക്ക് ഈ റോഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ റോഡിനടുത്ത് നമ്മളിങ്ങനെ ഒരു ഫിക്സ് ചെയ്യും. അതായത് ഒരു ഫിക്സ്ചറിൽ ഫിക്സ് ചെയ്യും. ഇപ്പോൾ ഒരു എന്താ പറയുക, ഭിത്തിയിലാന്ന് കരുതി, ഇതുപോലെ ഭിത്തിയിലാന്ന് കരുതുക, ഫിക്സ് ചെയ്യും. ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു എൻഡ് മാത്രം, അതായത് ഈ റൈറ്റ് എൻഡ് മാത്രം നമ്മൾ ക്വെഞ്ച് ചെയ്യും. ക്വെഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതായത് ഓസ്നേറ്റ് ചെയ്ത സാധനത്തിന് നമ്മൾ ക്വെഞ്ച് ചെയ്യും. ക്വെഞ്ച് ചെയ്യുക എങ്ങനെ നമ്മൾ ക്വെഞ്ച് ചെയ്യുന്നത്, വാട്ടർ ഉപയോഗിച്ച് ക്വെഞ്ച് ചെയ്യും അല്ലേ. അപ്പോൾ ഈ ഒരു എൻഡ് മാത്രമേ നമ്മൾ വാട്ടർ സ്പ്രേ ഇങ്ങനെ അടിച്ചടിച്ച് ക്വെഞ്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്താ പറ്റുക, ഇവിടെ കൂളാവും, പക്ഷേ ഇങ്ങോട്ട് വരുന്തോറും എന്താ പറയുക, ചൂട് കൂടി വരും. കാരണം ഇവിടെയൊന്നും നമ്മൾ ക്വെഞ്ച് ചെയ്യുന്നില്ല, ഇവിടെ മാത്രമേ നമ്മൾ വാട്ടർ സ്പ്രേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ കൂളാവുകയും പക്ഷേ എലോങ് ദ ലെങ്ത്ത് ഈ കൂളിംഗ് റേറ്റ് കുറഞ്ഞു വരികയും ചെയ്യും. എന്നിട്ട് എന്ത് വെച്ചാൽ ഇതിനെ റൂം ടെമ്പറേച്ചറിൽ എത്തിക്കും നമ്മൾ. ഇങ്ങനെ റൂം ടെമ്പറേച്ചറിൽ എത്തിക്കും. അതായത് ഇവിടെ മാത്രം ക്വെഞ്ച് ചെയ്ത് പതിയെ ഇവിടെ കൂളിംഗ് റേറ്റ് കുറച്ച് റൂം ടെമ്പറേച്ചറിൽ എത്തിക്കും. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിങ്ങനെ എടുത്തിട്ട് ഇതിനെ നമ്മൾ ഗ്രൈൻഡ് ചെയ്യും. ഈ എലോങ് ദ ലെങ്ത്ത് നമ്മളൊരു ഗ്രൈൻഡ് ചെയ്യും. അതായത് ഗ്രൈൻഡിങ് എന്താണെന്ന് അറിയാലോ അല്ലേ, റിമൂവൽ ഓഫ് മെറ്റീരിയൽ. അതായത് ചെറിയൊരു ഡെപ്തിൽ നമ്മൾ മെറ്റീരിയൽ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് കളയും. ഓക്കെ. എടുത്ത് കളഞ്ഞിട്ട് ഇവിടെ നമ്മൾ ഹാർഡ്നെസ് വയ്ക്കും. ഹാർഡ്നെസ് എന്താണ്, എബിലിറ്റി ടു റെസിസ്റ്റ് ഇൻഡൻറ്റേഷൻ. ഇവിടെ നമ്മൾ ഹാർഡ്നെസ് വയ്ക്കും. അതായത് ഇതാണ് ക്വെഞ്ച് ചെയ്ത് എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഡിസ്റ്റൻസിലേക്ക് ഹാർഡ്നെസ് മെഷർ ചെയ്യും. അപ്പോൾ ഈ ഹാർഡ്നെസ് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഹാർഡ്നെസ് മെഷർ ചെയ്യുമ്പോൾ ഈ മെറ്റീരിയൽ ഹാർഡനുള്ളിൽ നമുക്ക് അറിയാൻ പറ്റും. എങ്ങനെ അറിയാൻ പറ്റും, അതായത് നമ്മളിവിടെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടല്ലോ, അല്ലെന്നുണ്ടെങ്കിൽ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഈ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ കുറച്ച് മെറ്റീരിയൽ അവിടെ നിന്ന് പോയി. അപ്പോൾ സർഫസിൽ നിന്ന് എന്തോരം മാറി മാർട്ടിൻസൈറ്റ് അകത്തേക്ക് ഫോം ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. കാരണം അകത്തേക്ക് കൂടുതൽ മാർട്ടിൻസൈറ്റ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാർഡ്നെസ് കൂടുതലായിരിക്കും അല്ലേ. അതേസമയം അകത്തേക്ക് കൂടുതൽ മാർട്ടിൻസൈറ്റ് ഫോം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹാർഡ്നെസ് കുറവായിരിക്കും. അപ്പോൾ നമുക്കറിയാൻ പറ്റൂലേ. ഓക്കെ. അപ്പോൾ അതാണ് ജോമിനി എൻഡ് ക്വെഞ്ച് ടെസ്റ്റ്. ഇതിൻ്റെ ആപ്ലിക്കേഷനാണ്, അത് വായിച്ചു നോക്കുക. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് സർഫസ് ഹാർഡനിങ് ടെക്നിക്സ് ആണ്. 3 സർഫസ് ഹാർഡനിങ് ടെക്നിക്സ് ആണുള്ളത്. ഓക്കെ, നോക്കുക. 3 സർഫസ് ഹാർഡനിങ് ടെക്നിക്സ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് കാർബറൈസിങ്, 2 നൈട്രേറ്റിംഗ്, 3 ഇൻഡക്ഷൻ ഹാർഡനിങ് എന്ന് പറയും. ഓക്കെ, ഒന്നുമില്ല. കാർബറൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക വെച്ചാൽ ലോ കാർബൺ സ്റ്റീൽ ഉണ്ടല്ലോ, അതായത് കാർബൺ കണ്ടന്റ് കുറവുള്ള സ്റ്റീൽ എന്ന് പറഞ്ഞാൽ സ്ക്രാച്ച് റെസിസ്റ്റൻസ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഹാർഡ് ആയിരിക്കില്ല. ഓക്കെ. അപ്പോൾ കാർബറൈസിംഗ് എന്താണെന്ന് വെച്ചാൽ ലോ കാർബൺ സ്റ്റീൽ ഈസ് ഹീറ്റഡ് ടു 900 to 950 ഡിഗ്രി സെൽഷ്യസിലേക്ക് നമ്മുടെ ലോ കാർബൺ സ്റ്റീൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് എന്താ ചെയ്യുക വെച്ചാൽ, അതായത് ഹീറ്റ് ചെയ്യുന്ന എങ്ങനത്തെ ഒരു എൻവയോൺമെൻറ്റിലാണെന്ന് വെച്ചാൽ കാർബൺ റിച്ച് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിലായിരിക്കും ഹീറ്റ് ചെയ്യുന്നത്. അതായത് ഒരു മുറിയിൽ നിറച്ച് കാർബൺ നിറച്ചേക്കാമെന്ന് വിചാരിക്കുക. ആ മുറിയിലേക്ക് നമുക്ക് ഹീറ്റ് ചെയ്യാൻ ആവശ്യമാണ്, അല്ലെങ്കിൽ കാർബറൈസ് ചെയ്യാൻ ആവശ്യമായ ലോ കാർബൺ സ്റ്റീൽ ഇടുന്നു. എന്നിട്ട് ആ മുറിയിൽ കാർബൺ നിറച്ചിട്ട് ഗേഷ്യസ് കാർബൺ നിറച്ചിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ എൻവയോൺമെൻറ്റിലുള്ള കാർബൺ കണ്ടൻറ്റ് നമ്മുടെ സ്റ്റീലിൻ്റെ സർഫസിലേക്ക് ഡിഫ്യൂസിങ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് മൈഗ്രേറ്റ് ചെയ്യും. കാർബണിൻ്റെ ആറ്റംസ് സ്റ്റീൽ സർഫസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതിനെ ക്വെഞ്ച് ചെയ്യാൻ എന്തിനാ, ഈ ഹൈ കാർബൺ സർഫസിനെ ഹാർഡ് മാർട്ടിൻസൈറ്റ് ആക്കാൻ വേണ്ടി. അതായത് ഡിഫ്യൂസ് ചെയ്ത സർഫസ് ഉണ്ടല്ലോ, ആ സർഫസിന് ഹൈ കാർബൺ കണ്ടൻ്റ് ആയിരിക്കും. അതായത് കാർബൺ അവിടെ ഡിഫ്യൂസ് ചെയ്തിരിക്കുക, അവിടെ നിന്ന് മാറ്റിയിട്ട് ഹാർഡ് മാർട്ടിൻസൈറ്റ് ആക്കാൻ വേണ്ടി നമ്മളതിനെ ക്വെഞ്ച് ചെയ്യും. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. അതായത് കാർബൺ റിച്ച് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ വെച്ചിട്ട് നമുക്ക് ലോ കാർബൺ സ്റ്റീൽ ഹീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഈ കാർബൺ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റീലിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഡിഫ്യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, സർഫസിൽ മൊത്തം കാർബൺ ആയിരിക്കും അല്ലേ, അതായത് കാർബൺ റിച്ച് ആയിട്ടുള്ള സർഫസ് ആയിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ ഹാർഡ് മാർട്ടിൻസൈറ്റ് ആക്കാൻ വേണ്ടി നമ്മളതിനെ ക്വെഞ്ച് ചെയ്യും. അത്രയേ ഉള്ളൂ കാർബറൈസിങ്. ഇത് യൂസ് ചെയ്യുന്നത് ഗിയേഴ്സ്, ക്യാംസ്, ബ്രഷിങ്സ്, ഫാസ്റ്റനേഴ്സ്, ഇത്ര ആലോചിച്ചാൽ മതി. അതായത് വിയർ റെസിസ്റ്റൻസ് എവിടെയൊക്കെ വേണോ അവിടെയൊക്കെ നമ്മൾ കാർബറൈസിങ് യൂസ് ചെയ്യും. ബേസിക്കലി ഇത് 3 സർഫസ് ഹാർഡനിങ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വിയർ റെസിസ്റ്റൻസ് കൂട്ടാനാണ്, അതായത് തേയ്മാനം കുറയ്ക്കാൻ.
ഓക്കെ, അതായത് മെറ്റൽ ടു മെറ്റൽ കോൺടാക്റ്റ് വരുന്നിടത്തല്ലേ നമുക്ക് തേയ്മാനം കൂടുതൽ വരുന്നത് അല്ലെങ്കിൽ വിയർ റേറ്റ് വരുന്നത്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയാണ് കാർബറൈസിങ്ങും നൈട്രേറ്റിങ്ങും ഇൻഡക്ഷൻ ഹാർഡനിങ്ങും യൂസ് ചെയ്യുന്നത്. അടുത്തത് നൈട്രേറ്റിംഗ്. സിമിലർലി കാർബറൈസിങ് പോലെ തന്നെ സിമിലർ ആണ്. ഇതിൽ നമ്മൾ സ്റ്റീലിനെ നമ്മൾ 550 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഹീറ്റ് ചെയ്യുന്നു ഒരു നൈട്രജൻ റിച്ച് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ. ഓക്കെ, നൈട്രജൻ റിച്ച് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ നൈട്രജൻ നമ്മൾ ഗേഷ്യസ് നൈട്രജൻ ആണ്. നൈട്രജൻ റിച്ച് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ നമ്മൾ എന്താ പറയുക ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ നൈട്രജൻ നമുക്ക് അമോണിയ NH3 അല്ലേ, അതിൽ നൈട്രജൻ ഉണ്ട്. അപ്പോൾ അമോണിയയുടെ എൻവയോൺമെൻറ്റിൽ വെച്ച് നമ്മൾ സ്റ്റീലിനെ ഹീറ്റ് ചെയ്യാൻ കരുതാം. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ എന്താ പറ്റുക, ഈ നൈട്രജൻ സർഫസിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് നൈട്രേറ്റ്സ് ഉണ്ടാവും. അതായത് സ്റ്റീൽ എന്താ ചെറിയ ചെറിയ അലോയിങ് എലമെൻറ്റ്സ് ഉണ്ടല്ലേ, അതായത് എന്താ പറയുക ക്രോമിയം, നിക്കൽ, അതിനെയൊക്കെ കൂടിയിട്ട് നൈട്രേറ്റ്സ് ഉണ്ടാവും. അതായത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ നൈട്രജൻ ഇതിലേക്ക് ഡിഫ്യൂസ് ചെയ്തിട്ട് ഈ അലോയിങ് എലമെൻറ്റ്സിൻ്റെ കൂടെ നൈട്രേറ്റ്സ് ഉണ്ടാവും. പക്ഷേ നമ്മളിവിടെ ക്വെഞ്ച് ചെയ്യുന്നില്ല. അതായത് കാർബറൈസിങ് നമ്മൾ ക്വെഞ്ച് ചെയ്തിരുന്നു അല്ലേ, അതായത് ഹാർഡ് മാർട്ടിൻസൈറ്റ് ആക്കാൻ വേണ്ടി ക്വെഞ്ച് ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ക്വെഞ്ച് ചെയ്യില്ല. അതായത് ഇവിടുത്തെ പോലെ ക്വെഞ്ചിങ്ങിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല ഹാർഡ് മാർട്ടിൻസൈറ്റ് ആക്കാൻ വേണ്ടി. ഓക്കെ, അത്രയേ ഉള്ളൂ. നൈട്രേറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, 550 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുന്നു ഇൻ നൈട്രജൻ റിച്ച് എൻവയോൺമെൻറ്റ് ആൻഡ് ദ നൈട്രജൻ ഡിഫ്യൂസസ് ഇൻ ടു ദ സർഫേസസ് ആൻഡ് ഫോംസ് nitrates with the alloying elements in the steel, and it is used in dies, engine parts, shaft, pistons where high resistance is needed. ഇതുപോലെ തന്നെ കാർബറൈസിങ് പോലെ തന്നെ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അത് അവിടെ തന്നെയാണ് നൈട്രേറ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ലാസ്റ്റ് മെത്തേഡാണ് ഇൻഡക്ഷൻ ഹാർഡനിങ്. ഒന്നുമില്ല, നമ്മൾ പ്ലസ് ടു പഠിച്ചിട്ടുണ്ടല്ലേ, അതായത് എഡ്ഡി കറൻറ്റ് കാരണം ഹീറ്റ് ഉണ്ടാവും അല്ലേ, ഹീറ്റ് ജനറേറ്റ് ചെയ്ത് എഡ്ഡി കറൻറ്റ് ജനറേറ്റ് ചെയ്ത് ഹീറ്റ് ഉണ്ടാവും. അപ്പോൾ ആ എഡ്ഡി കറൻറ്റ്സ് ആണ് നമുക്ക് ഇൻഡക്ഷൻ ഹാർഡനിങ് യൂസ് ചെയ്യുന്നത്. ഒന്നുമില്ല, ഒരു കോയിലുണ്ട്, ആ കോയിലിൽ ഇങ്ങനെ ഓൾട്ടർനേറ്റിംഗ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കോയിലിൻ്റെ അകത്തേക്ക് നമുക്ക് വേണ്ട ഒരു ഷാഫ്റ്റാണ് വരുന്നത്. ഇപ്പോൾ ഇതാണ് കോയിൽ എങ്കിൽ ഈ ഷാഫ്റ്റ് ഇങ്ങനെ കയറ്റി വയ്ക്കുകയാണ് ഞാൻ. അപ്പോൾ ഇതാണ് കോയിൽ ഓൾട്ടർനേറ്റിംഗ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ കയറ്റി വെച്ചു. നമ്മുടെ ആവശ്യമുള്ള ഷാഫ്റ്റ്, ഹാർഡാക്കേണ്ട ഷാഫ്റ്റ് ഇല്ലെങ്കിൽ വിയർ റെസിസ്റ്റൻസ് കൂട്ടേണ്ട ഷാഫ്റ്റിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചു. അപ്പോൾ ഈ ഓൾട്ടർനേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഇതിൽ എഡ്ഡി കറൻസ് ഉണ്ടാവില്ലേ, നമ്മൾ പ്ലസ് ടു പഠിച്ചിട്ടില്ലേ, എഡ്ഡി കറൻസ് ഉണ്ടാവും. അപ്പോൾ എഡ്ഡി കറൻസ് കാരണം ഇത് ഈ ഷാഫ്റ്റ് പെട്ടെന്ന് ഹീറ്റാവും. അതായത് പെട്ടെന്ന് ടപ്പയെന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഹീറ്റാവും. എന്നിട്ട് എന്ത് ചെയ്യും, കാർബറൈസിങ്ങിന് പോലെ ക്വെഞ്ച് ചെയ്യും, വാട്ടർ ഉപയോഗിച്ച് ക്വെഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാർട്ടിൻസൈറ്റിലേക്ക് മാറും. അതായത് സർഫസിൽ മാർട്ടിൻസൈറ്റ് ഫോം ചെയ്യും, അങ്ങനെ ഹാർഡാവും, അങ്ങനെ വിയർ റെസിസ്റ്റൻസ് കൂടും. അതുപോലെ ഇതും യൂസ് ചെയ്യുന്നത് ക്രാങ്ക് ഷാഫ്റ്റ്, ആക്സിൽസ്, പിൻസ്, അതായത് വിയർ റെസിസ്റ്റൻസ് കൂടുതൽ വേണ്ട എവിടെയാണോ അവിടെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡക്ഷൻ ഹാർഡനിങ് മനസ്സിലായല്ലോ. ഓൾട്ടർനേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡുള്ള ഒരു കോയിലിലേക്ക് നമ്മുടെ റിക്വയർഡുള്ള സ്പെസിമെൻ കയറ്റി വയ്ക്കുന്നു. അപ്പോൾ അവിടെ എഡ്ഡി കറൻറ്റ് ഫോം ചെയ്യുന്ന കാരണം അത് പെട്ടെന്ന് തന്നെ ഹീറ്റ് ആവുന്നു. അപ്പോൾ ഹീറ്റായ സാധനത്തിന് ക്വെഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വാട്ടർ വെച്ച് ക്വെഞ്ച് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവിടെ മാർട്ടിൻസൈറ്റ് ഫോം ചെയ്യുന്നു. അതാണ് ഇൻഡക്ഷൻ ഹാർഡനിങ്. ഓക്കെ.